ഓഫീസിലെ ലോക്കൽ മാർക്കറ്റാണ് കേട്ടോ ഇത് ഫ്രൈഡേയും സൺഡേ ആണ് മെയിനായിട്ട് ഈ മാർക്കറ്റ് ഉള്ളത്. ഇതൊരു പാർക്കാണ്, പബ്ലിക് പാർക്കാണ്. അതിൻ്റെ അങ്ങേയറ്റത്തായിട്ടാണ് ഈ മാർക്കറ്റ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ ഇതുപോലെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. ചില ഇപ്പം നല്ല വെയിലുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ കുറേ ആൾക്കാർ വന്നിരുന്ന് ഓരോ സ്പോർട്സും എക്സസൈസും അങ്ങനെ പലതും ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇത് മാർക്കറ്റിൻ്റെ ഉൾവശമാണ്. ഇന്ന് ഭയങ്കര ക്രൗഡായിരുന്നു. ഇന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നല്ല ക്രൗഡായിരിക്കും ഇതിനകത്ത്. പക്ഷേ ഞാനതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ മെയിൻ ഉണ്ടോ എന്നെ ചോദിച്ചപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നല്ല വിലക്കുറവായിരിക്കും ഇവിടുന്ന് മീൻ മേടിക്കുമ്പോൾ. മീൻ മാത്രമല്ല, ചിക്കനും അങ്ങനെ തന്നെയാണ്. പിന്നെ നല്ല ഫ്രഷ് ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിതുപോലെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ പിള്ളേർ. നമുക്കതും കുറച്ച് നേരം കാണാൻ പറ്റും. പിന്നെ ഇതിലോട്ട് പോകുന്ന വഴി ഫുള്ളും നിറയെ പൂക്കളുണ്ടായി നിൽക്കുക കേട്ടോ. ഇതൊരു ആർട്ടിഫിഷ്യൽ ട്രീ പോലെ തോന്നും, പക്ഷേ അല്ല, ഇത് ഒറിജിനൽ ട്രീ ആണ്. ഇതിൽ നമ്മുടെ താമരയുടെ ഇതളില്ലേ, അതുപോലത്തെ ഇതളുള്ള പൂക്കളാട്ടോ ഇത് ഫുള്ളും പൂക്കൾ. ഇത് ഞാൻ കുറേ വീടുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കുറച്ച് 2-3 മാസം ഇത് നിൽക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. അത് കഴിയുമ്പോൾ ഇതൊക്കെ പോകും. പക്ഷേ പോകുന്ന വഴി ഫുള്ളും നല്ല പൂക്കളാണ് കേട്ടോ. പിന്നെ ഇതിലൊക്കെ സൈക്കിളിന് പോകാനും നടക്കാനും അല്ലെങ്കിൽ വണ്ടിക്ക് പോകാനൊക്കെ സെപ്പറേറ്റ് ട്രാക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് മാർക്കറ്റുള്ള കാരണം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിലൊക്കെ. ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന ചെറിയ മെയിൻ റോഡല്ല, അല്ലാതുള്ള ചെറിയ റോഡുകളിൽ അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയാട്ടോ നമ്മൾ ഇതുവഴി അങ്ങോട്ട് പോകുന്നത്. ഇവിടെ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ സ്ഥിരം താമസിക്കുന്ന എല്ലാവരും മെയിനായിട്ട് മാർക്കറ്റിൽ നിന്നാണ് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മീനും ചിക്കനും ഒക്കെ വാങ്ങിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൽ കുറവാണ്. മെയിൻ റീസൺ പൈസയും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഇതൊക്കെ കേട്ടോ ഞാൻ ഇന്ന് വാങ്ങിച്ചത്. ഇതിൽ സ്ട്രോബെറി 1 കിലോ ഉണ്ടായിരുന്നു, 2 യൂറോ ആയുള്ളൂ. ചില 4 യൂറോ ആയിരുന്നു. ചില സീസൺ അനുസരിച്ചാണ് സ്ട്രോബെറീസിൻ്റെയും ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വില. ചില സമയത്ത് നല്ല റേറ്റ് കുറവിൽ കിട്ടും. ഇത് 1 യൂറോ ആയിരുന്നു മലയാള. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ തീരെ കുറച്ച് കിട്ടാറുള്ളൂ. ഇവിടെ കുറച്ച് അധികം കിട്ടി. പിന്നെ നല്ല മീനൊക്കെ ആണെങ്കിലും ഇപ്പം 7 യൂറോ ഒക്കെ ആയി. പക്ഷേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ അതൊന്നെങ്കിൽ ഫ്രോസൺ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം ആയതൊക്കെ ആയിരിക്കും. ഇപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉള്ളത് കിട്ടും. അങ്ങനെ ഒരു നല്ലൊരു യൂസാണത്. പിന്നെ ഇവിടെ ബീട്രൂട്ടിനൊക്കെ ഭയങ്കര വിലയാട്ടോ. ഞാൻ പൊതുവേ വളരെ കുറവാണ് അവൈലബിലിറ്റി, പക്ഷേ ഉള്ളത് തന്നെ നല്ല റേറ്റും ആയിരിക്കും. പിന്നെ മാർക്കറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലാണ് കുഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ അവളെ വിളിക്കണമായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് കൊണ്ടുവന്നാക്കണം കുഞ്ഞിനെ. ഇവിടെ കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുവരണം. ഒരു 10 മിനിറ്റ് അവർ ഗേറ്റ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഫുൾ ടൈം ഇങ്ങനെ ഓപ്പൺ ചെയ്തിടത്തില്ല. നമ്മൾ ആ കറക്റ്റ് ടൈമിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ ഗേറ്റ് അടയ്ക്കും. അപ്പം ഞാൻ കുഞ്ഞിനെ കൊണ്ട് ആക്കി അതിനുശേഷം നമ്മൾ കിൻഡർ ജോയ് വാങ്ങിച്ചു കേട്ടോ. ഈ കിൻഡർ ജോയ് ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. ഇവിടെ പല ടൈപ്പ് കിൻഡർ ജോയ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അകത്ത് ആണ് യെല്ലോ കളറിലാണ് ടോയ് ഉള്ളത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നില്ലേ, അതാണ് ലാദർ ഫ്രണ്ട്സ്. നമ്മൾ നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് എഫിൽ ടവർ മെയിനായിട്ടുള്ള IT കമ്പനീസും പിന്നെ TCS അങ്ങനെ കുറേ IT കമ്പനീസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയുള്ള വർക്ക് ചെയ്യുന്നവരെല്ലാവരും താമസിക്കുന്നത് ഇതിന് ചുറ്റുമുള്ള അപ്പാർട്ട്മെൻറ്റുകളിലാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ കയറി വരുന്നത് ഈ സ്പേസിലോട്ടാണ് കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ആർട്രേമും കാണാൻ പറ്റും, നമ്മുടെ ഐഫിൽ ടവറും കാണാൻ പറ്റും. എൻ്റെ ക്യാമറയിൽ എത്ര ക്ലിയർ ആകുന്നുണ്ടെന്ന് അത് വളരെ ക്ലാരിറ്റി കുറവാണ്. ഞാൻ ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇരിക്കാൻ നല്ല രസമാട്ടോ. നമ്മുടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് നമ്മുടെ ജോഗിങ്ങിനും സൈക്ലിങ്ങിന് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനൊക്കെയാണ്. പിന്നെ ഇവിടെ വന്നിരിക്കാനും നല്ല രസമാണ്. നല്ല ക്യാമൻ ക്വയറ്റ് സ്പേസാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കുറേ വെള്ളമുള്ള ഒരു സ്ഥലമുണ്ട്. അതിന് ചുറ്റും വന്നിരിക്കുക. കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമ്മൾ ബസ് ഇറങ്ങി നമ്മൾ സ്കൂളിൻ്റെ അതുവഴി തന്നെയാണ് നമ്മുടെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഇതാണ് കുഞ്ഞിൻ്റെ സ്കൂള്. ഇത് ഒരു 8 മണി വരെയൊക്കെ രാത്രി ഉണ്ടാവും. നമുക്കിവിടെ കിൻഡർ ഗാർഡൻ ഉണ്ട്. ഗവൺമെൻറ് സ്കൂളാണിത്. ഇവിടെ നമുക്ക് സ്കൂളിൽ ഫീസൊന്നുമില്ല, ടോട്ടലി ഫ്രീ ആണ്. പക്ഷേ ഉച്ചയ്ക്കത്തെ ഫുഡിനും പിന്നെ ഈവനിങ്ങിൽ നമ്മൾ ഡേ കെയർ ഉണ്ട് എങ്കിൽ അതിന് രണ്ടിനും നമ്മൾ പൈസ കൊടുക്കണം. അത് ഓരോരുത്തരുടെ ഇൻകം അനുസരിച്ചാണ് കേട്ടോ. ഓരോ റേഞ്ചുണ്ട്. എനിക്ക് തോന്നുന്നു ആണ് ഏറ്റവും ലോ ഇൻകം, പിന്നെ FO GO മറ്റാണ് ഏറ്റവും കൂടിയത്. ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഏറ്റവും കുറഞ്ഞ ആൾക്കാർക്ക് 1 യൂറോയിലാണ്. ഒരു ദിവസം 1 യൂറോ ആണ് ലഞ്ചിന്. ഒരു ദിവസം ഒരു കുട്ടിക്ക് ലഞ്ചിന് 1 യൂറോ ആണ് എടുക്കുന്നത്. ഏറ്റവും കൂടിയത് 5 യൂറോ ആണ്.
അതുപോലെ തന്നെയാണ് കേട്ടോ ഈവനിങ് കിൻഡർ ഗാർഡൻ നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 4 മണി വരെ ആക്ച്വലി സ്കൂളുള്ളൂ. 4 തൊട്ട് 8 വരെയാണ് അവർ നോക്കുന്ന ടൈം. ആ ടൈമിലും നമ്മൾ കുട്ടികളെ അവിടെ ഇരുത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം. അതും ഈ പറഞ്ഞ പോലെ ഇൻകം അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ റേറ്റ് €1 സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ €5 വരെയാണ്. പിന്നെ നമ്മളൊരു മുന്നേ ഇപ്പം ഒരു ദിവസം ആബ്സെൻ്റ് ആകുകയാണ്, അത് മുന്നേ പറഞ്ഞില്ല എങ്കിൽ ഫുഡിൻ്റെ പൈസ ഡബിളാകും. നമ്മൾ ഒരു ദിവസം €5 കൊടുക്കേണ്ടതിന് പകരം നമ്മൾ €10 കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവിടുത്തെ സ്കൂളിങ്സ് വർക്കാവുന്നത്. പിന്നെ മൺഡേയും ട്യൂസ്ഡേയും പിന്നെ വെനസ്ഡേ അവധിയാണ്. തേഴ്സ്ഡേ ഫ്രൈഡേ 4 ദിവസമാണ് ക്ലാസ് ഉള്ളത്. വെനസ്ഡേയും സാറ്റർഡേയും സൺഡേയും അവധിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ അവർ ഗേറ്റ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. രാവിലെ 8 മണിക്ക് നമുക്ക് കൊണ്ടാക്കണം. 8:30 ആകുമ്പം സ്കൂള് ഗേറ്റ് ഓപ്പൺ ചെയ്യും. ആ ടൈമിൽ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. 8:35 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ ലേറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഗേറ്റ് ഓപ്പൺ ചെയ്യത്തില്ല. പിന്നെ നെക്സ്റ്റ് ഡേ പിന്നെ അല്ലെങ്കിൽ ആഫ്റ്റർനൂണിൽ നമുക്ക് കൊണ്ടുവന്നാക്കാൻ പറ്റും. പിന്നെ ഒക്കെ തുറക്കുന്നത് നമുക്ക് ലഞ്ച് കഴിക്കുന്ന ടൈമിലാണ്. അപ്പോൾ അവിടെ കഴിക്കുന്നവരാണെങ്കിൽ അവിടെ കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് പോയി വിളിച്ചിട്ട് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും 1:30 ആകുമ്പം കൊണ്ടയാക്കണം. പിന്നെ 4:30 ആകുമ്പം നമ്മൾ പോയി വിളിക്കണം. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്കൂളിൻ്റെ സിസ്റ്റം നടക്കുന്നത്. ഇന്നിപ്പോൾ കുഞ്ഞിന് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് വിളിക്കാൻ പോവാം കേട്ടോ. നല്ല വെയിലുണ്ട്. നമ്മൾ വിൻ്റർ കഴിഞ്ഞ് വെയിലൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി. നല്ല വെയിലടിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് മുഖമൊക്കെ പൊള്ളുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ തണുപ്പുണ്ട്. നമുക്ക് ജാക്കറ്റ് ഇല്ലാതെ ഇറക്കാൻ പറ്റില്ല വെയിലുണ്ടെങ്കിലും. പക്ഷേ നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രീ സ്കൂളിലാണ് കുഞ്ഞുള്ളത്. ഇപ്പോൾ ഇവിടെ അങ്ങനെ പഠിപ്പിക്കലൊന്നും അറിയില്ല. കൂടുതലും ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനുള്ള പസിലുകളും അങ്ങനെയുള്ള ഇപ്പോൾ ഡ്രോയിങ്സ് അതൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പാട്ടുകൾ, റൈംസ്, സ്റ്റോറീസ് അതൊക്കെയാണ് അവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ സെയിം ഏജിലുള്ള നാട്ടിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം ABCD ഒക്കെ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. അവർ ABCD ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ഒക്കെ പഠിക്കാൻ തുടങ്ങി. 1 2 3 ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ അവരിതുവരെ ABCD ഒന്നും തുടങ്ങിയിട്ട് പോലുമില്ല. പിന്നെ ഞാൻ നൈറ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പം ബീഫിൻ്റെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസും ഉണ്ടാക്കി. പിന്നെ ബീഫ് ഉണ്ടായിരുന്നത് കുറച്ചൊന്ന് പറ്റിച്ച് നല്ല റോസ്റ്റ് പോലെ, ഒരു കറിയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അത് മാറ്റി കുറച്ച് റോസ്റ്റാക്കി വെച്ചു. സാധാരണ ഞാനിപ്പം നാളത്തെ ദിവസം സ്കൂളോ അല്ലെങ്കിൽ ഓഫീസോ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ നൈറ്റാണ് ഫുഡ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ ആ ടൈമിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ രാവിലെ ഉണ്ടാക്കാറുള്ളൂ. ഡിന്നർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പിറ്റേ ദിവസത്തേക്കോട്ടുള്ള ലഞ്ചും ഞാൻ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും, ഓഫീസിൽ കൊണ്ടുപോകേണ്ടത് കാരണം. അപ്പം ബീഫ് നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടൈമുള്ള കാരണം രാവിലെ ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നൈറ്റ് ഉണ്ടാക്കി വെച്ചതിന് മെയിൻ റീസൺ എനിക്ക് ഇഡ്ഡലി കഴിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ബീഫ് കഴിക്കുന്നില്ല. അതുകൊണ്ട് ഇഡ്ഡലി കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കി ഞാൻ രാവിലത്തേക്കും കൂടെ വേണ്ടിയിട്ട്.